നമസ്കാരം. കേരളത്തിൽ ഭരണമാറ്റം വന്ന ശേഷം ഇവിടെ ജനങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രിയുണ്ട്, ഭരണമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ മുഖ്യമന്ത്രി എത്തുന്നു. ഇപ്പോൾ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ പഴയ ആരോഗ്യമന്ത്രിയുടെ നാട്ടിലെല്ലാം, അതായത് വീണ ജോർജ് എന്ന തട്ടിപ്പുകാരിയുടെ നാട്ടിലെല്ലാം ഇപ്പോൾ വി.ഡി. സതീശൻ ഹീറോ ആയി മാറിയിരിക്കുകയാണ്. അതിന് കാരണം പ്രളയം നടന്ന സ്ഥലങ്ങളിലെല്ലാം എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം നേരിട്ട് പോവുകയും നേരിട്ട് അതിൽ ദുരിതബാധിതരെ നേരിട്ട് കാണുകയും അതേപോലെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കാണുകയും അതിവേഗത്തിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ കാലത്ത് ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു, പിണറായി വിജയൻ്റെ കുഴലൂത്തുകാരി എന്നാണ് പേര്. കുഴലൂത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ. ആ കുഴലൂത്തുകാരിക്ക് എപ്പോഴും പറയുന്നത് എന്താണ്? കപ്പൽ മുങ്ങില്ല സാർ, കപ്പൽ മുങ്ങില്ല. അതിന് കാരണം അതിനൊരു കപ്പിത്താനുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ കപ്പിത്താനും മുങ്ങി, കപ്പലും മുങ്ങി. അങ്ങനെയുള്ള ആരോഗ്യമന്ത്രി ആയിരുന്ന വീണ ജോർജിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ശത്രു അല്ലെങ്കിൽ ഏറ്റവും പേടിച്ചിരുന്ന ഒരാൾ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ലാവ്ലിൻ കേസ് കൊണ്ടുവന്ന മുതൽ ഞാൻ നടത്തുന്ന പോരാട്ടം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല സ്ഥാനങ്ങളും തെറിപ്പിക്കാൻ കാരണമായി. 2006 മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ട ആളായിരുന്നു പിണറായി വിജയൻ. വി.എസ്. അച്യുതാനന്ദനെ വെട്ടിമാറ്റി ആ കാലഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ ശ്രമിച്ചതിന് തടസ്സമായത് ലാവ്ലിൻ കേസിൽ ഞാൻ കൊടുത്ത CBI അന്വേഷണമായിരുന്നു. ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവന്നു മാത്രമല്ല, അത് CBI അന്വേഷണം കൊണ്ടുവരികയും ചെയ്തതാണ് പിണറായി വിജയന് വലിയ ദോഷമായി മാറിയത്. അന്നൊക്കെ ഒരു വലിയ ആരോപണമുള്ള ഒരു CPM നേതാവ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് മൊത്തത്തിൽ തന്നെ അത്തരം ആളെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വി.എസ്. അച്യുതാനന്ദന് 2006 യാതൊരു തടസ്സവുമില്ലാതെ മുഖ്യമന്ത്രിയാവാൻ കാരണം. അന്ന് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം കൊടുത്തത് എന്നുള്ളത് വേറെ കാര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി ആയിരുന്ന വീണ ജോർജിനെ കുറിച്ചാണ്. പിണറായി വിജയൻ നേരിട്ട് എന്നെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ്. പലരെ കൊണ്ടും കള്ളക്കേസ് കൊടുപ്പിക്കുക, എന്നിട്ട് അവരുടെ തലയിൽ വെച്ചുകൊണ്ടാണ് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഭരണകാലത്ത് എന്നെ അങ്ങനെ വേട്ടയാടിയിട്ടുള്ള ഒന്നാമത്തെ ആൾ ആരാണ്? വീണ ജോർജാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ അത് വലിയ നിയമക്കുരുക്കിലേക്ക് ഞാൻ കൊണ്ടുപോകും, എന്നെ ജയിലിലടയ്ക്കാം. അത് വെച്ച് ജനങ്ങളുടെ മുന്നിൽ എന്നെ വളരെ മോശക്കാരനായി ചിത്രീകരിക്കാം എന്നുള്ളതായിരുന്നു പ്ലാൻ. ആ പ്ലാൻ പ്രകാരമാണ് വീണ ജോർജ് എനിക്കെതിരെ ഒരു കള്ളപ്പരാതി 2021 നവംബർ 30 കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന പരാതി പിറ്റേ ദിവസം തന്നെ, അന്ന് തന്നെ രാത്രി എറണാകുളം സൈബർ ക്രൈം പോലീസിലെത്തുന്നു 10 മണിയോടെ. പക്ഷെ അതിന് മുമ്പായിട്ട് തന്നെ ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്നു. പരാതി എന്തായിരുന്നു അറിയാമോ? അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്ന് മാത്രം പറയുന്ന ഒരു ലെറ്ററായിരുന്നു. ആരുടെ? വീണ ജോർജിൻ്റെ സെക്രട്ടറി. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അത് IT ആക്റ്റായി 67A ഒക്കെ ഇട്ടിട്ട് നേരത്തെ തന്നെ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. കാരണം വീണ ജോർജിൻ്റെ ആവശ്യപ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആളുകൾ ഈ പോലീസ് ഓഫീസറെ വിളിച്ചു പറയുകയും FIR ഇടേണ്ട കാര്യങ്ങൾക്ക് ഏതൊക്കെ വകുപ്പാണ് ചേർക്കേണ്ടതെന്ന് നിർദ്ദേശം കൊടുക്കുകയും FIR നേരത്തെ രജിസ്റ്റർ ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ FIR രജിസ്റ്റർ ചെയ്ത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അത് കോടതിയിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ എന്നെ വന്ന് രഞ്ജിത്ത് വിശ്വനാഥ് എന്ന് പറയുന്ന CIയുടെ നേതൃത്വത്തിൽ പോലീസ് വന്ന് എൻ്റെ ഓഫീസിൽ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എവിടെ? എനിക്ക് നോട്ടീസ് തന്നില്ലല്ലോ. 2, എന്നെ ചോദ്യം ചെയ്യണമെങ്കിൽ, എന്നെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ അറസ്റ്റ് മെമ്മോ അല്ലെങ്കിൽ കസ്റ്റഡി മെമ്മോ വേണം, അതില്ലല്ലോ. പിന്നെ എന്തിനാണ് ഞാൻ വരേണ്ടത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബലം പ്രയോഗിച്ച് അവർ കൊണ്ടുപോകുന്നു എന്നുള്ള സമയം വന്നപ്പോൾ എനിക്ക് അതിലൊന്നും താല്പര്യമില്ല, നിങ്ങളെ കൂടെ ഞാൻ വരാം, നിങ്ങൾ എവിടെ വരെ കൊണ്ടുപോയാലും എനിക്കൊരു മണ്ണാങ്കട്ടയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ കൂടെ പോകുന്നു. അപ്പോൾ ഈ നാടകത്തിന് കാരണമായിട്ടുള്ള പരാതി എന്തായിരുന്നു അറിയാമോ? അതിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. വീണ ജോർജിൻ്റെ ചൂടൻ കിടപ്പറ രംഗങ്ങൾ അടങ്ങിയ വീഡിയോ എൻ്റെ കൈവശമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ കാരണം എനിക്കൊരു ലെറ്റർ വരികയാണ്. വീണ ജോർജിൻ്റെ നാട്ടിൽ നിന്ന്, അതായത് ആറന്മുളയിൽ നിന്ന്, അവരുടെ നാട്ടിൽ നിന്ന് ഒരു ആൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കഥ, വീണ ജോർജിൻ്റെ ചൂടൻ വീഡിയോ ഉണ്ടോ, നിങ്ങളെ കൈവശമുണ്ടല്ലോ, അതിന് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതൊരു അപകടമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് എൻ്റെ കൈവശം അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്തിലെ വരികൾ വായിച്ചുകൊണ്ട്
ഞാനൊരു വീഡിയോ ചെയ്തത്. ആ വീഡിയോൻ്റെ അകത്ത് ഒരു തരത്തിലും അശ്ലീലപരമായ കാര്യം ഞാൻ ചെയ്തില്ല. എൻ്റെ കൈവശം ആ വീഡിയോ ഇല്ല എന്ന് പറഞ്ഞാൽ വീണ ജോർജിനെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. പക്ഷേ വീണ ജോർജ് തെറ്റിദ്ധരിച്ച് മുഖ്യമന്ത്രിയൊക്കെ തെറ്റിദ്ധരിച്ചത്, അല്ലെങ്കിൽ അവിടെയുള്ള ഓഫീസിലുള്ള ആൾക്കാർ തെറ്റിദ്ധരിച്ചത് എന്താ അറിയോ, ഞാനൊരു വീഡിയോ അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ടെന്നാണ്. അതെങ്ങനെയാണെന്ന് അറിയാമോ? എനിക്ക് ഈ കത്ത് വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ്, ഒരു 4-5 ദിവസം മുമ്പ് ഒരാൾ എന്നെ വിളിച്ച് വീണ ജോർജിൻ്റെ ചൂടൻ വീഡിയോ കൈവശമുണ്ട്, അത് ഭയങ്കര സംഭവമാണ്, അത് പ്രസിദ്ധീകരിച്ചാൽ കേരളം കത്തും, ആനയാണ് കുതിരയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഫോൺ ചെയ്തു. അജ്ഞാത നമ്പർ എന്നാണ് വിളിക്കുന്നത്. അപ്പോഴേ എനിക്ക് സംശയമുണ്ട് ഇത് തട്ടിപ്പാണെന്നുള്ളത്. ആ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാനത് നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങി. വീണ്ടും പല നമ്പറിൽ നിന്ന് എന്നെ വിളിക്കുകയും അവസാനം ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത്, എൻ്റെ കാറ് പുറപ്പെടാൻ സമയത്ത്, വീട്ടിൽ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് എന്നെ വീണ്ടും കോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടെയുള്ളത്? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ഓഫീസിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഓഫീസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എവിടെയാണ് നിൽക്കുന്നത്? എവിടെ വരാമെന്ന്. അപ്പം ഞാൻ മുന്നോട്ട് വന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്ത് റൈറ്റ് സൈഡിൽ ഒരു ബൈക്കിൽ ഹെൽമെറ്റൊക്കെ ധരിച്ച ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ വേഗം എൻ്റെ ബൈക്ക് എൻ്റെ കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ഇരിക്കുന്ന ഡ്രൈവ് ചെയ്യുന്ന ഞാനായിരുന്നു. എനിക്കൊരു പെൻഡ്രൈവ് തന്നു, ഇതാണ് സംഭവം, ഇത് വലിയ ബോംബാണ്, ഇത് എത്രയും വേഗം പ്രസിദ്ധീകരിച്ചു, ആനയെ കുതിര എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ മിന്നായം പോലെ അങ്ങോട്ട് മാറിപ്പോയി. എനിക്ക് വണ്ടി മുന്നോട്ട് കയറി നിന്നുകൊണ്ട് എനിക്ക് നമ്പർ എടുക്കാനൊന്നും കഴിഞ്ഞില്ല ആ വണ്ടിയുടെ. അങ്ങനെ ആ മിന്നായം വരെ ആ വണ്ടി പോവുകയും ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് ദുരൂഹത മണത്തിരുന്നു. പിന്നാലെയാണ് എനിക്കൊരു കത്ത് വരുന്നത്. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പിണറായി വിജയനും വീണ ജോർജും റിയാസും ചേർന്നൊരു ഗൂഢാലോചന അരങ്ങേറി എന്നെ കൊടുക്കാൻ വേണ്ടി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച് ആ പെൻഡ്രൈവ് വളരെ സൂക്ഷിച്ചു വെച്ചു. ഓഫീസിലെ സൂക്ഷിച്ച് എൻ്റെ ഓഫീസിലെ കമ്പ്യൂട്ടറിൽ ഞാൻ തുറന്നു കഴിഞ്ഞാൽ അതിൽ ചൂടൻ വീഡിയോ, അതായത് വല്ല സെക്സ് വീഡിയോ ഇട്ടാണെങ്കിൽ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും, ഞാൻ കുടുങ്ങും. അപ്പോൾ അതുകൊണ്ട് അല്ല മോർഫ് ചെയ്ത വീഡിയോ എന്തെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും, ചിലപ്പം ഒറിജിനൽ ആണോ എനിക്കറിയില്ല. എന്താണ് ശരി, ഞാൻ ആ വീഡിയോ ആരേതാണെന്ന് ഞാൻ നോക്കാൻ നിന്നില്ല. ഞാൻ വേറൊരാൾ എൻ്റെ സുഹൃത്തിനോട് ലാപ്ടോപ്പുമായി വരാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം നാട്ടിൽ പോയി മടങ്ങി വന്നിട്ട് നമുക്ക് ലാപ്ടോപ്പുമായി വരാം, അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ തുറന്ന് പരിശോധിക്കാമെന്ന് ഞാൻ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എനിക്കൊരു കത്ത് വരുന്നത്. ഞാനൊരു വാർത്ത ഇമ്മീഡിയറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കത്ത് തന്ന ആൾക്കൊരു മറുപടി മാത്രമല്ല, ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന്, അതായത് വീണ ജോർജിന് എന്നെ കൊടുക്കാനുള്ളൊരു പദ്ധതി അവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം എൻ്റെ കൈവശമുണ്ട്. അത് പൊളിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഞാൻ എന്ത് ചെയ്തു, ആ വീഡിയോ, അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്നുള്ള വീഡിയോ ആണ് ചെയ്തത്. തെറ്റിദ്ധരിച്ചവരെന്താ വെച്ചാൽ, എനിക്ക് കിട്ടിയ പെൻഡ്രൈവിലുള്ള ആ സെക്സ് വീഡിയോ ഞാൻ ഇതിനകത്ത് എൻ്റർ ചെയ്തു എന്നാണ് തെറ്റിദ്ധരിച്ചത്. അതാണ് പോലീസിനെ കൊണ്ട് പെട്ടെന്ന് ഫോൺ ചെയ്യിച്ച് IT ആക്ട് 67A ഒക്കെ വെച്ചിട്ട്, 67 എന്ന് പറഞ്ഞാൽ സെക്ഷൽ എക്സ്പ്ലൈസിറ്റ്, അതായത് സെക്ഷലായ വിവരണങ്ങൾ, ഒരു സെക്ഷലായ രംഗം വിവരിക്കുന്ന വീഡിയോ ആണെങ്കിലാണ് IT ആക്ട് 67A ഇടുക. എൻ്റെ പേരിൽ IT ആക്ട് 67A ആണ്. എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയാണ്, എൻ്റെ പേരിൽ എന്താണ് പരാതി IT ആക്ട് 67. അതിന് എൻ്റെ പരാതി എന്താണ്? പരാതി വായിപ്പിച്ച് കേൾപ്പിച്ചു, അതിൽ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്ന്. ഞാൻ ചോദിച്ചു, അപകീർത്തികരമായ, താങ്കൾ വീഡിയോ കണ്ടോ? ഞാൻ വീഡിയോ കണ്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ കേസ് എടുത്തത്? അതല്ല, അതൊക്കെ നേരത്തെ ഇവിടെ എടുത്തിട്ടുണ്ടോ, ഇവിടെ ചെയ്താണെന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞാൽ അത് ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഈ വീഡിയോ കണ്ടാൽ IT ആക്ട് 67 ഒരു വകുപ്പ് ചേർക്കാൻ പറ്റില്ല. മാത്രമല്ല അതിൽ ആപ്പാടെ ഡിഫമേഷൻ കേസ് വീണ ജോർജിന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും, അവർക്ക് എന്തെങ്കിലും അപകീർത്തി ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ പരാതി എന്താണ്? പരാതി വായിക്കുമ്പോൾ എന്താ പറയുക, വീണ ജോർജ്, ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുറിച്ച് അപകീർത്തികരമായ വാർത്ത ഞാൻ പ്രസിദ്ധീകരിച്ചു എന്നാണ്. അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ പരാതി പോലീസിന് എടുക്കാൻ പറ്റില്ല. ഡിഫമേഷൻ നിയമപ്രകാരം അത് കോടതിയിൽ ഫയൽ ചെയ്യണം പരാതിക്കാരൻ. വീണ ജോർജ് നേരിട്ട് കോടതിയിൽ കൊടുത്ത് അങ്ങനെ വേണേൽ ഡിഫമേഷൻ കേസ് എടുക്കാം. അപ്പോൾ ഇതൊന്നുമല്ല, ധൃതി പിടിച്ചിട്ടാണ് എൻ്റെ വീഡിയോ പ്രസിദ്ധീകരിച്ച് പെട്ടെന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതായത് ഇവർ പ്ലാൻഡായിട്ട് എന്നെ കൊടുക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു. അങ്ങനെ എന്നെ അന്ന് പെട്ടെന്ന് തന്നെ ആ പോലീസ് ഓഫീസർക്ക് മനസ്സിലായത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ചെയ്തിരിക്കുന്നത് വ്യാജമായ FIR അല്ലേ, ഇതെങ്ങനെ നിലനിൽക്കും, നിങ്ങൾ കുടുങ്ങോട്ടോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എത്രയും വേഗം, എനിക്ക് സമ്മർദ്ദം കൊണ്ട് ചെയ്തു പോയതാണ്, എന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ എത്രയും വേഗം കോടതിയിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ ഉടനെ തന്നെ എനിക്ക് ഭക്ഷണമൊക്കെ, ഞാൻ പറഞ്ഞു എനിക്ക് ഭക്ഷണം മേടിച്ചൊരു, എനിക്ക് ഭക്ഷണം എത്തിച്ചൊരു എന്ന് പറഞ്ഞു. എനിക്ക് വിശക്കുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കാതെയാണ് ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ പോകുമ്പോൾ നിന്നെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്, അത് നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, എന്നെ എത്രയും വേഗം ഭക്ഷണം തരാൻ പറഞ്ഞു. ഭക്ഷണം തന്നു. എനിക്ക് ഉടൻ തന്നെ അങ്ങേര് പറഞ്ഞു, അങ്ങേർക്ക് മനസ്സിലായി, രഞ്ജിത്ത് വിശ്വനാഥ് എന്ന് പറഞ്ഞ CIക്ക് മനസ്സിലായി, സൈബർ ക്രൈം പോലീസ് കൊച്ചി, അപ്പം ഇത് തകരാറാണ്, പ്രശ്നമാണ് മനസ്സിലായി. അദ്ദേഹം വേഗം എന്നെ മെഡിക്കൽ ചെക്കപ്പ് നടത്താൻ കൊണ്ടുപോയിട്ട് അവിടുന്ന് കോടതിയിൽ എത്തിക്കാൻ ഏർപ്പാട് ചെയ്തു, കോടതിയിൽ ഹാജരാക്കാൻ.
ഞാൻ അന്നപ്പോൾ ഈ അഡ്വക്കറ്റിനൊക്കെ അന്നപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കോടതി എത്തിയപ്പോൾ ജാമ്യം കിട്ടും. പക്ഷേ അവിടെ എത്തുമ്പോഴത്തേക്ക് മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ എന്നെ കോള് വന്നു. എന്നെ കൊണ്ടുവന്ന പോലീസ് ഉദ്യോഗസ്ഥർ നേരെ എൻ്റെ ഓഫീസിൽ വന്ന് റെയ്ഡ് നടക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നു. അവിടെ വന്നപ്പോൾ ഉണ്ടായത് എന്താണ്? എൻ്റെ കൈവശം അപ്പോൾ പിണറായി വിജയൻ്റെ 10,000 കോടി രൂപയുടെ വിദേശത്തുള്ള നിക്ഷേപത്തിൻ്റെ രേഖ അവിടെയുണ്ട്. ഈ നിക്ഷേപത്തിൻ്റെ രേഖ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് എങ്ങനെയോ മനസ്സിലാക്കിയിട്ടാണ്, അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തി ഇങ്ങനെ ഒരു കേസ് എടുത്തിരിക്കുന്നത് പെട്ടെന്ന്. അപ്പം എൻ്റെ ഓഫീസിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അവരെല്ലാ ഫയലുകൾ എടുക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കോൾ വരുന്നു. അവർ കമ്പ്യൂട്ടറാണ് ആദ്യം അഴിച്ചെടുത്തുകൊണ്ടിരുന്നത്. കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്ക് അഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കമ്പ്യൂട്ടറിൻ്റെയും. ആദ്യം ഈ കൺസേൺഡ് വീഡിയോയുടെ മാത്രം എടുത്തപ്പോൾ അവർക്ക് കോൾ വരുന്നു. അത് പോരാ, ഫുൾ എടുക്കണം, കമ്പ്യൂട്ടർ കംപ്ലീറ്റ് എടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ അത് അഴിച്ചെടുക്കുമ്പോഴേക്കാണ് അദ്ദേഹത്തിന് കോൾ വരുന്നത്. വീണ ജോർജ് ആണോ ഇനി പ്രധാനപ്പെട്ട വേറെ ആരോ ആണ് വിളിച്ചത്. അപ്പം പറയുന്നത് എന്താ, CCTV ക്യാമറ ഊരിയെടുക്കണം എന്ന് പറയുന്നു. എന്താ സംഭവം? ഈ ഫയലുകൾ കംപ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള വീണ ജോർജിൻ്റെ അഴിമതി മാത്രമല്ല, പിണറായി വിജയൻ്റെ 10,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപത്തിൻ്റെ രേഖകളും എടുക്കണം എന്ന് പറഞ്ഞിട്ട് ദേശം കൊടുക്കുകയാണ്. കാരണം എനിക്ക് ആ രേഖകൾ കിട്ടി ഒരു ദിവസം കഴിഞ്ഞിട്ടില്ല. ഞാൻ ഭദ്രമായിട്ട് എൻ്റെ ഓഫീസിൽ വെച്ചിട്ടുള്ളൂ. അത് കോപ്പി എടുത്ത് അതിനാവശ്യമായുള്ള തെളിവുകളൊക്കെ വേറെ ആർക്കും കൂടി കൈമാറി നീക്കങ്ങൾ നടത്താനുള്ള പ്ലാനാണ് എൻ്റേത്. അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി പെട്ടെന്ന് കിട്ടുമ്പോഴേക്ക് തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കില്ലല്ലോ. പിണറായി വിജയനെ വിദേശത്തുള്ള നിക്ഷേപങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ ഒന്നുകൂടി പഠിച്ചിട്ട് ചെയ്യാം. അതോടൊപ്പം ഇതിൻ്റെ കോപ്പി എടുക്കണം, വേറെ ഒരാൾക്കും കൂടെ ഹാൻഡ് ഓവർ ചെയ്യണം, അഡ്വക്കറ്റിനെ ഹാൻഡ് ഓവർ ചെയ്യണം, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നടപ്പിലാവുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയൻ എങ്ങനെയോ വിവരം കിട്ടി എൻ്റെ കയ്യിൽ ഈ സാധനം കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെയാണ് എനിക്ക് ആ പോലീസ് ഓഫീസർ പറഞ്ഞ ഭാഷയിൽ നിന്ന് മനസ്സിലായതാണത്. അപ്പോൾ ആ ഫയലും അതേപോലെ വീണ ജോർജിൻ്റെ അഴിമതികളെക്കുറിച്ചുള്ള ഫയലും കംപ്ലീറ്റ് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്. അങ്ങനെ CCTV ക്യാമറ വരിക ശേഷം ഈ ഫയലുകളെല്ലാം എടുത്തിട്ട് പോലീസ് എന്നെ രാത്രി ഒരു 12 മണിയായപ്പോഴാണ് വീഡിയോ കോൺഫറൻസ് വഴി എന്നെ 2021 ഡിസംബർ ആയതുകൊണ്ട് അന്ന് കോവിഡിൻ്റെ കാലമായിരുന്നു. അതുകൊണ്ട് വീഡിയോ കോൺഫറൻസ് വഴി കോടതിയിൽ ഹാജരാക്കാം. എന്നെ രാത്രി ഹാജരാക്കുമ്പോൾ എൻ്റെ അഡ്വക്കറ്റിന് വരാൻ പറ്റുന്നില്ല. അഡ്വക്കറ്റ് തപ്പിപ്പിടിച്ച് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്ക് എന്നെ കോടതി ഹാജരാക്കി. ഇപ്പോൾ കോടതി മജിസ്ട്രേറ്റ് പറഞ്ഞു, നന്ദകുമാർ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് IT Act 67 എനിക്ക് ഓപ്പൺ കോർട്ടിൽ മാത്രമേ ഇത് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജാമ്യം നിഷേധിച്ചു. എന്നെ ജയിലിലടച്ചു. 5 ദിവസമായിട്ടാണ് ജയിലടച്ചത്. പിന്നീട് എല്ലാ രേഖകളും ഹാജരാക്കിയപ്പോൾ കോടതി തന്നെ പറഞ്ഞത് കേസേ നിൽക്കില്ലല്ലോ എന്നിട്ട് എനിക്ക് ജാമ്യം തരികയായിരുന്നു. എനിക്ക് 4-5 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്നു. അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ വീണ ജോർജിൻ്റെ തട്ടിപ്പുകളുടെ യഥാർത്ഥ മുഖമാണ് ഞാൻ പറഞ്ഞത്. ആ ചൂടൻ വീഡിയോ ആരുടേതായിരുന്നു? വീണ ജോർജ് തന്നെയാണ് ആരുടെയോ കൈവശം ഈ സാധനം, വീണ ജോർജിൻ്റെ ചൂടൻ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ച് എന്നെ കൊടുക്കാമെന്നുള്ള പരിപാടിയും. പക്ഷേ കുടുങ്ങിയില്ല. ഞാൻ ആ വീഡിയോ പ്രസിദ്ധീകരിച്ചില്ല. മാത്രമല്ല ഞാൻ കണ്ടതുമില്ല. കാണാൻ വേണ്ടി വെച്ചപ്പോഴേക്ക് തന്നെ പിറ്റേ ദിവസം തന്നെ ഇതിൻ്റെ ആക്ഷൻ ഉണ്ടായി. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ആക്ഷൻ ഉണ്ടായി. അപ്പം ഈ രൂപത്തിൽ വീണ ജോർജിന് അറിയാം ആ ഹോട്ട് വീഡിയോ ആരുടേതാണെന്ന് ചിലപ്പോൾ വീണ ജോർജിന് എനിക്കറിയില്ല, വേറെ ആരുടേതാണെന്ന് എനിക്കറിയില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വീണ ജോർജിന് അറിയാം. കാരണം അതിലെ മുഖ്യ ഗൂഢാലോചനക്കാരി വീണ ജോർജാണ്. എൻ്റെ പരാതി 14/2/2022 ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പിണറായി വിജയൻ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. കൂടാതെ DGPക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇവർ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ ഞാൻ ആ പരാതി നേരെ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. വീണ ജോർജിനെതിരെ എനിക്കെതിരെ കള്ളക്കേസ് എടുത്തതിനെതിരെ കേസ് കൊടുക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ 10/2021 നമ്പറിൽ വീണ ജോർജിൻ്റെ കള്ളപ്പരാതി പ്രകാരം എടുത്ത കേസ് ക്വാഷ് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ക്വാഷ് ചെയ്യാൻ കൊടുക്കുന്ന ഓരോ സന്ദർഭത്തിലും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പ്രോസിക്യൂട്ടർ വന്ന് കാല് പിടിക്കും, ഇത് എങ്ങനെയും മാറ്റി വെക്കണേ എന്നാണ്. കാരണം ഈ കേസ് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ജാമ്യം തരുമ്പോൾ കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട്, ഇത് കേസ് നിൽക്കുന്നതല്ല, ഇതിൻ്റെ തെളിവില്ല എന്നുള്ള കാര്യം. എന്നെ കള്ളക്കേസിൽ കുടുക്കി ഗൂഢാലോചന നടത്തി അറസ്റ്റ് ചെയ്ത രീതിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള വീണ ജോർജാണ് കഴിഞ്ഞ 5 വർഷമേ കേരളത്തെ ഭരിച്ചത്. ഇത്രയും തട്ടിപ്പുകാരിയായ ആരോഗ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. നമുക്കറിയാം, ശൈല ടീച്ചറൊക്കെ എന്തൊക്കെ രാഷ്ട്രീയം പറഞ്ഞാലും ജനങ്ങൾക്ക് വേണ്ടി, ആരോഗ്യവകുപ്പിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളായിരുന്നു. പക്ഷേ വീണ ജോർജ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ കമ്മീഷൻ, അതായത് ആരോഗ്യവകുപ്പിൽ കോടിക്കണക്കിന് രൂപയുടെ വിൽപ്പന നടക്കും. അതായത് മരുന്ന് വാങ്ങും, അതേപോലെ എക്യുപ്മെൻറ്റ്സ് വാങ്ങും. ഇതൊക്കെ ഏകദേശം ലക്ഷക്കണക്കിന് കോടി രൂപയുടേതാണ്. ഇതിൻ്റെ 25% കമ്മീഷൻ അടിച്ചു മാറ്റും. ഇതിനൊക്കെ പറ്റുന്ന ഒരാളെ കൊണ്ട് നിർത്തിയതാണ് വീണ ജോർജിനെ. അവിടെ തന്നെ അനധികൃത നിയമനങ്ങൾ, താൽക്കാലിക നിയമനങ്ങൾ എത്രയോ നടന്നുണ്ട്. ഒക്കെ 10, 15, 20, 50 ലക്ഷം രൂപയാണ് മേടിച്ചിട്ടുള്ളത്. അതിൻ്റെ തെളിവുകളെ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്.
അപ്പം ഇതിനൊക്കെയാണ് വീണ ജോർജിനെ ഉപയോഗിച്ചുള്ളത്. ഇത്രയും തട്ടിപ്പുകാരിയായ വീണ ജോർജ് ഇപ്പോൾ എവിടെ പോയി എന്നുള്ളതാണ്. അവരുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തൊന്നും അവരെ കാണാനില്ല. പക്ഷേ ആ മുഖ്യമന്ത്രി അവിടെ വന്ന് അവിടുത്തെ ജനങ്ങളെ ആശ്വസിപ്പിച്ച് പോരുന്ന രംഗങ്ങൾ, കുട്ടികളെടുത്ത് അവരെ ആശ്വസിപ്പിക്കുന്ന രംഗങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയാണ്. മാത്രമല്ല അവിടെ ദുരിതത്തിൽപ്പെട്ട എല്ലാവർക്കും ആശ്വാസം പകരുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.